ഹായ്, ഐ എം ഉണ്ണി കെ വി ഫ്രം ഉണ്ണിമാഷ് ക്രിയേഷൻസ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഷോർട്സ് സെൻറ്റൻസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റൻസ് മറന്നിട്ടില്ലല്ലോ നമ്മളല്ലേ? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണാർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ കൂട്ടത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നു. അത് നമ്മൾ പറയുന്നത് സെൻറ്റൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4, വിച്ച് ആർ ദേ: declarative or assertive sentence, interrogative sentence, imperative sentence and exclamatory sentence. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് 3 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ആ 3 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് എന്താണെന്നുള്ളത് പറയാം. ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് എ ഫാക്റ്റ്. ഒരു വസ്തുതനെ കണ്ടിങ്ങനെ നമ്മൾ പറയുന്നു. ഇറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. ഒരു സിമ്പിൾ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ട് അത് നേരിട്ട് കണ്ടിട്ട് പറയുന്ന ആ കാര്യങ്ങൾ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് റെയിനിങ്. ഒരു കൊച്ചു സ്കൂളിൽ പോണ്, ദാറ്റ് ചൈൽഡ് ഈസ് ഗോയിങ് ടു സ്കൂൾ. വേറൊരു കൊച്ച് ഗ്രൗണ്ടിൽ കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ എന്താ പറയും, ഹീസ് പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് പറയില്ല. അതാണ് എന്താ പറയുക, വി ഡിക്ലെയർ സംതിങ് സീയിങ് ദ സിറ്റുവേഷൻ, സീയിങ് ദ ഫാക്റ്റ്. ഒരു വസ്തുത കണ്ടിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയുക. അതാണ് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ്. ഓക്കെ, അടുത്ത് നമുക്ക് ഇതേപോലെ ഷോർട്സ് വീഡിയോയിലൂടെ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്താണ്, ഇൻറ്ററേറ്റീവ് സെൻറ്റൻസ് എന്താണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നൊക്കെ പഠിക്കാം. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ വിഭജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഓരോ സെൻറ്റൻസ് കാണുമ്പോൾ ഇത് ഏത് ടൈപ്പാണ് എന്നുള്ളത്. ഈ 4 ടൈപ്പ് സെൻറ്റൻസ് ഉള്ളൂ, ഇത് വിട്ടിട്ട് വേറൊരു സെൻറ്റൻസ് ഇല്ല. ഏത് സെൻറ്റൻസ്, ഏത് വാചകങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദീസ് 4 ടൈപ്സ്. ഈ 4 എണ്ണത്തിലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.